ഹായ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി ആയാലോ? അതിനുവേണ്ടി നമുക്ക് ചിക്കനിൽ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് എടുത്തു വെക്കണം. അരമണിക്കൂർ ഇത് തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചിക്കനിൽ മസാലയൊക്കെ സെറ്റാവും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചതച്ചെടുക്കണം. അതിനുശേഷം കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. എന്നിട്ട് ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാള വഴറ്റുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന്, നല്ല ഗോൾഡൻ വേണ്ട, ഒരു നോർമലായിട്ടുള്ള ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ വഴറ്റുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചതച്ചു വെച്ച ചേരുവകൾ ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി പൗഡറും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ തക്കാളിയും മസാലയും എല്ലാം നന്നായി നമുക്ക് ഒന്ന് വഴറ്റിയെടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. എന്നാൽ അത് ഒരു ജ്യൂസി ടൈപ്പ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോഴേക്കും മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അതിനുശേഷം നമ്മൾ മസാല തിരുമ്മി വെച്ച ചിക്കനും അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല മണം നമുക്ക് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ, അതായത് 1-ാം പാലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്കുള്ളത്.